സേഫ്റ്റി പിൻ എടുത്തിട്ട് സ്ക്രബ്ബറിലൊന്ന് കുത്തി നോക്കിയിട്ടുണ്ടോ? ഇനി ഒന്ന് ചെയ്ത് നോക്കൂട്ടോ. ഇന്ന് ഇത് മാത്രമല്ല, കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എന്തൊക്കെയാണ് നമ്മുടെ നല്ല ടിപ്സ് ഒക്കെ ഒന്ന് നോക്കാട്ടോ. അടുത്ത നമ്മുടെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതേപോലെ ബെഡ്ഷീറ്റ് ഒക്കെ മടക്കിയിട്ട് ഒരേപോലെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് പിന്നെ അതിന്റെ പില്ലോ കവർ എവിടെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ തിരയേണ്ട ആവശ്യമില്ല അല്ലേ. ഓരോ റൂമിലും അതിന്റെ വാർഡ്രോബ്സിൽ നമ്മൾ വെച്ചാൽ മതിയല്ലോ. അപ്പൊ ആദ്യം നമുക്ക് ഇങ്ങനെ വെക്കാനായിട്ട് പെട്ടെന്ന് കിട്ടാനായിട്ട് ഒരു ബെഡ്ഷീറ്റും അതിന്റെ പില്ലോ കവേഴ്സ് 2 കൂടെ എടുത്തിട്ട്, അതല്ലെങ്കിൽ ഒരെണ്ണം എടുക്കാം. അടുത്തത് നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് ഒന്നുമില്ലെങ്കിൽ സെയിം അടുത്ത ആ ഒരു പില്ലോ കവറിനകത്ത് നമുക്ക് ഈ ഒരു പില്ലോ കവറും അല്ലെങ്കിൽ ഈ ബെഡ്ഷീറ്റും കൂടെ ഇടാം. അതല്ലാന്നുണ്ടെങ്കിൽ 2 പില്ലോ കവറും ഒരു ബെഡ്ഷീറ്റും കൂടെ ഇതേപോലെ ഒന്നിങ്ങനെ വേറൊരു പില്ലോ കവറിനകത്ത് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി കേട്ടോ. ഇപ്പൊ ഇതാ ബെഡ്ഷീറ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്, അതേപോലെ തന്നെ അതിന്റെ പില്ലോ കവർ കൂടെ അതിനകത്ത് ഇട്ട് വെക്കുകയാണ്. അപ്പൊ ഇതേപോലെ നമ്മൾ സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനും വൃത്തികേടില്ല. നമുക്കിതാ ഒരേ സ്പേസിൽ നമുക്ക് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ആക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ നമുക്ക് എവിടെയും നമുക്ക് ഇങ്ങനെ തിരയേണ്ട ആവശ്യം വരുന്നില്ല. എവിടെയാണോ ആ റൂമിന്റെ ഉള്ളത് വെച്ചിട്ടുള്ളത് വാർഡ്രോബ്സിൽ ആ ഒരു ഇത് നോക്കിയാൽ മതി. ഇതേപോലെ നോക്കിക്കഴിഞ്ഞാൽ അത് പിന്നെ കുറേ നാൾ നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ അത് പൊടിയും പിടിക്കില്ല, നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. പിന്നെ നമ്മളിങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ അയൺ ചെയ്യാത്ത മാതിരി അതൊരു വൃത്തി ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമ്മൾ ബെഡിൽ വിരിച്ചിട്ടാലും നമ്മളിപ്പോൾ ഇതൊന്നും അയൺ ചെയ്യണ കാര്യങ്ങളല്ലല്ലോ, പക്ഷെ അത് വൃത്തിയായിട്ട് ഇങ്ങനെ മടക്കി ഇങ്ങനെ ഇതേപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ ട്രൗസർ ആവട്ടെ അല്ലെങ്കിൽ ഇപ്പോൾ സ്കേർട്ട് ആവട്ടെ, ഇങ്ങനെ ഇലാസ്റ്റിക് ഉള്ള കാര്യങ്ങൾ നമുക്കത് വളരെ ടൈറ്റാണ് ഈ ഒരു ഇലാസ്റ്റിക് എന്നുണ്ടെങ്കിൽ നമ്മളാണെങ്കിലും കുട്ടികളാണെങ്കിലും ഇടാൻ ഒരു മടിയായിരിക്കും അല്ലേ. അപ്പോൾ അത് ഇടാൻ ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒന്നുമില്ലെങ്കിൽ ഇതേപോലെ വലിയൊരു തട്ടോ പ്ലേറ്റോ തട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് എടുക്കുക, ഇതിനകത്ത് വെച്ചിട്ട് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇട്ട് വെക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് നമുക്ക് ചെയറില്ലേ, ചെയറിന്റെ ഇങ്ങനെ മുകളിലെ ഭാഗം ഉണ്ടാവില്ലേ, അതിലിങ്ങനെ തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഈ ഒരു എലാസ്റ്റിക് ഇങ്ങനെ നല്ല ഇതിൽ കിടക്കുന്ന രീതിയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്തോട്ട്, അതല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ നമ്മുടെ ഒരു ചെയർ ഉണ്ടാവില്ലേ, ആ ചെയറിന്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഇട്ടാൽ മതി. അപ്പോൾ ഒരു ദിവസം മുഴുവൻ ഇങ്ങനെ ഇട്ട് വെക്കാം. അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു എലാസ്റ്റിക് ഇങ്ങനെ ലൂസായിട്ട് വരും. ഒരു ദിവസമോ 2 ദിവസം അങ്ങനെ ഇട്ട് വെച്ചാൽ മതി, നമ്മുടെ ലൂസ് അനുസരിച്ചിട്ട് കേട്ടോ. അതുപോലെ ഒരുപാട് ദിവസം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ലൂസ് ആവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്നുമില്ലെങ്കിൽ ആ പ്ലേറ്റിൽ വെക്കുക, അല്ലെങ്കിൽ ഇതിലിങ്ങനെ വെക്കുക. അതിനുശേഷം ഇനിയിപ്പോൾ എന്നിട്ടും ലൂസ് ആവുന്നില്ല എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ഡ്രയർ ഇല്ലേ, നമ്മുടെ ഹെയർ ഡ്രയർ ഒക്കെ ഇല്ലേ, അത് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ ഒന്ന് കാണിച്ചാൽ മതി. ഞാനിപ്പോൾ അത് കാണിച്ചിട്ടില്ല, കാരണം അത്രയും ലൂസൊന്നല്ല ഇത്, അല്ല അത്രയും ടൈറ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ നല്ല ലൂസ് ആവണം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഹെയർ ഡ്രയർ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ആ ഹെയർ ഡ്രയർ ഇങ്ങനെ ഒന്ന് പിടിച്ചാൽ മതി. അപ്പോൾ ആ ഒരു ചൂട് തട്ടുന്ന സമയത്ത് ഇതിൻ്റെ ആ ഒരു എലാസ്റ്റിക് നല്ല ലൂസ് ആവുകയും നമുക്ക് വേണ്ട പോലെ നമുക്ക് ഇടാനായിട്ട് നല്ല കംഫർട്ടായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇതേപോലെ ഇയറിങ്സ് ഒക്കെ ഇടുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബാക്കിലെ ഈ ഒരു ഇതില്ലേ, ഇത് ചിലപ്പോൾ ലൂസായിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് ടൈറ്റ് ആയിട്ട് ഇരിക്കാനായിട്ടും, അതേപോലെ തന്നെ ചിലർക്ക് ഈ ഒരു ഇയറിങ്സ് ഇങ്ങനത്തെ വാങ്ങിക്കുന്നൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു സ്കിന്നിനൊരു ഇറിറ്റേഷൻ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ഒരു കാര്യം മാറാനും ഈ ഒരു ബാക്കിലെ ഈ ഒരു സ്റ്റഡ് നല്ല ടൈറ്റിൽ ഇരിക്കാനായിട്ടും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇതേപോലെ ഏതെങ്കിലും ഒരു നെയിൽ പോളിഷ് എടുത്താൽ മതി. പിന്നെ ചിലത് ഉണ്ടല്ലോ ഇങ്ങനത്തെ ചില മെറ്റലിൻ്റെ ഒക്കെയാണ് നമ്മുടെ ഇയറിംഗ് എന്ന് വിചാരിച്ചോളൂ, ആ മെറ്റലിൻ്റെ കളറ് പോകാനും ചാൻസ് ഉണ്ട് അല്ലേ. ഇവിടുത്തെ ഇങ്ങനെ നമ്മുടെ സ്കിന്നിനോട് ടച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗത്ത് കളറ് പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലെങ്കിലും നമുക്കിത് നമ്മുടെ എന്താ പറയുക, നമ്മളിത് കമ്മലിട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെവി വേദനിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും സ്കിന്നിനോട് ടച്ച് ചെയ്യുന്ന ഈ ഒരു ഭാഗം ഈ ഒരു മെറ്റലുമായിട്ട് ടച്ച് ആവാത്ത രീതിയിൽ നമുക്ക് ഇതേപോലെ ഒന്ന് നെയിൽ പോളിഷ് ട്രാൻസ്പെറൻറ്റ് കളർ ഇട്ടാലും, അല്ലെങ്കിൽ ഇതിൻ്റെ അതേ സെയിം കളർ നെയിൽ പോളിഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇടുന്നതും ഏറ്റവും നല്ലതാണ് കേട്ടോ. അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കളർ നെയിൽ പോളിഷെങ്കിലും കാണാത്ത രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ നല്ലതാണ്. ഏറ്റവും ഇത് ടൈറ്റ് ആയിട്ടിരിക്കും, ഇതിൻ്റെ ഈ ഒരു ഭാഗം ടൈറ്റ് ആയിട്ടിരിക്കും. 2, നമ്മുടെ സ്കിന്നുമായിട്ട് ഇത് ടച്ച് ആവില്ല. അപ്പം നമുക്ക് കാതിന് വേദനയൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ വേദന വരില്ല. 3ാമത്തെ ഗുണം എന്ന് പറയുന്നത്, ഈ ഇയറിങ്സ് എപ്പോഴും ഇതിൻ്റെ കളറൊന്നും പോയിട്ട് ആ ഒരു പ്രശ്നം വരില്ല. ചിലതൊക്കെ ഇങ്ങനെ വേറെ മെറ്റലിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കളറൊക്കെ മങ്ങി അതിനൊരു തുരുമ്പ് മാതിരിയൊക്കെ ചിലപ്പോൾ വരും അല്ലേ. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ ഇങ്ങനത്തെ
കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. അതിനുശേഷം നല്ല ഡ്രൈ ആയതിനു ശേഷം ഈ ഒരു ഇതും കൂടെ ബാക്കിലെ ഈ ഒരു സ്റ്റഡും കൂടെ ഇട്ടാൽ മതി. അപ്പം നല്ല നമുക്ക് വേദനിക്കാതെ നമുക്കിരിക്കും. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ബോക്സസ് കാണില്ലേ. ഇപ്പം ഇതെന്ന് പറയുന്നത് ഐ ഡ്രോപ്സിൻ്റെ ഒരു ബോക്സാണ്. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ നമ്മുടെ മെറ്റലിൻ്റെയൊക്കെ ഇങ്ങനത്തെ ഓരോ കമ്മലൊക്കെ എല്ലാത്തിൻ്റെയും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു നിറം മങ്ങിപ്പോവുക, ആ ഒരു ഷൈനിങ് തന്നെ പോവില്ലേ. അപ്പം അങ്ങനെ ആ ഷൈനിങ് ഒന്നും പോവാതെ അത് നല്ല വൃത്തിയായിട്ട് ഇരിക്കാനായിട്ട് ഇതേപോലെ ഇങ്ങനെ ഈ ഒരു ചെറിയ ബോക്സിൽ ഇപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇതിന് എവിടെയും ഒരു ഇതിൻ്റെ ഷൈനിങ് ഒന്നും മങ്ങാതെ നമുക്ക് ഇങ്ങനെ വെച്ച് കൊണ്ടുപോയാൽ മതി. നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും. നമ്മുടെ എവിടെയും ഇതൊന്നും പൊട്ടില്ല. രണ്ടാമത് നമുക്ക് ട്രാവൽ ചെയ്യുമ്പോൾ സുഖമാണ്, എവിടെയും മിസ്സാവില്ല ഇത്. പിന്നെ ഇതിൻ്റെ ഷൈനിങ് ഒന്നും മങ്ങില്ല. എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചാൽ അതിൻ്റെ ഷൈനിങ് ഒക്കെ മങ്ങുകയും അതിൻ്റെ കളറൊക്കെ പോവുകയും ചെയ്യില്ലേ. അപ്പം അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇങ്ങനെ എന്തെങ്കിലും ചെറിയ ബോക്സസ് കാണുമ്പോൾ നമുക്ക് ഭംഗിയുള്ളത് തോന്നുമ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ഐഡിയാസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അടുത്ത് നമ്മുടെ ഒരു ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ നമ്മൾ പിന്നൊക്കെ നമ്മൾ എവിടെയെങ്കിലും ഇങ്ങനെ 2 മടക്കൊക്കെ ആക്കിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒന്ന് പിൻ ചെയ്യണമെന്ന് വിചാരിച്ചോളൂ. ഇങ്ങനെ പിൻ ചെയ്യുമ്പോൾ ഈ ഒരു പിന്നിങ്ങനെ കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണല്ലേ, ഇങ്ങനെ ഇപ്പുറത്ത് കൂടെ വരാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ നമ്മൾ എത്രയൊക്കെ ടൈറ്റിൽ നമ്മൾ അമർത്തിയാൽ ഇത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ആദ്യം ഇതിലൊന്ന് വെള്ളം നനയ്ക്കണം കേട്ടോ. വെള്ളം നനച്ചിട്ട് ഞാനൊരു സ്ക്രബ്ബറാണ് എടുത്തിരിക്കുന്നത്, പിന്നെ ഈ സേഫ്റ്റി പിൻ. അപ്പോൾ വെള്ളം നനച്ചതിന് ശേഷം ഇത് നല്ല രീതിയിൽ ഇതിലൊന്നിങ്ങനെ ഉരച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു ഗുണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നല്ലോണം ഷാർപ്പനാവും ഇതിൻ്റെ ഈ ഒരു അറ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അത് നമ്മുടെ പിൻ ചെയ്യുന്ന സമയത്ത് നമുക്കത് ബുദ്ധിമുട്ടില്ലാതെ അത് നമുക്ക് പിൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതിനെ ഒന്ന് ഷാർപ്പനാക്കി എടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ വെള്ളം നനച്ചിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനെ എല്ലാ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും സെറാമിക്കിൻ്റെയൊക്കെ എന്തെങ്കിലും ഗ്ലാസ് ഒക്കെ കാണില്ലേ, അതിൻ്റെ ബാക്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ ഒരു അറ്റമാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് അത് കിട്ടും. നമുക്ക് സേഫ്റ്റി പിന്നൊക്കെ നമുക്ക് എത്ര പുതിയതാണെങ്കിലും നമുക്ക് 2-3 ഇത്തിരി കട്ടി ക്ലോത്ത് ആണെങ്കിൽ അത് കയറാനായിട്ട് വളരെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അതിനുശേഷം നമ്മൾ തുണിയിലൊന്ന് വെച്ച് നോക്കൂ, വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് കയറി കിട്ടും. കണ്ടോ, ഇപ്പം അതാ ഈ 2-3 ഞാൻ മടക്കാക്കി വെച്ചു. എന്നിട്ടും എനിക്കത് എത്ര ഫോൾഡ് ചെയ്താലും അത് എത്ര കട്ടിയുള്ള ക്ലോത്ത് ആണെങ്കിലും നമുക്കത് നേരെ പിൻ ചെയ്യാൻ പറ്റും. ഇപ്പം ഇതൊരു പുതിയ പിന്നൊന്നല്ല കേട്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ട് പഴയ ഒരു പിന്നെടുത്തതാണ്. കാരണം പുതിയ പിന്നിൽ കുറച്ചും കൂടി ഒരു ഭേദമായിരിക്കുമല്ലോ കയറാനായിട്ട്. അപ്പോൾ ഇത് പഴയ ഒരു പിന്നെടുത്തതാണ്. ഇപ്പം കണ്ടോ, ഇത് 2-3 ലെയർ ഉണ്ട്, പക്ഷേ എങ്കിലും അതിൽ ഈസി ആയിട്ട് നമുക്കത് പിൻ ചെയ്യാനായിട്ട് പറ്റി. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒക്കെ മറക്കില്ല എന്ന് വിചാരിക്കുന്നു. നാളെ ഇതിലും നല്ല കുറേ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അപ്പോൾ അതുവരേക്കും ബൈ.